ബോധം കെട്ട പോലെ കിടന്നുറങ്ങും. ദാണ്ട് ഈ ഒരു ഔഷധം ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി. രാത്രി ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഫോണും നോക്കി രാത്രി 1 മണി 2 മണി വരെയൊക്കെ നിൽക്കുന്നവരാണോ? ഇപ്പോഴുള്ള ഒരു തലമുറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഇവർ രാത്രിയിൽ ഉറങ്ങാറില്ല. ഇവരിപ്പം ഫോൺ കയ്യിലുള്ള, ഈ സ്മാർട്ട് ഫോൺ കയ്യിലുള്ളവർ എപ്പോഴും 12 മണി കഴിയാതെ ഒരു കാരണവശാലും ഉറങ്ങത്തില്ല. ഉറങ്ങുന്നവരും ഉണ്ടായിരിക്കും, പക്ഷേ ഈ സ്മാർട്ട് ഫോണിന്റെ വരവോടെ ഈ പറഞ്ഞ ഒരു പുതിയ തലമുറ രാത്രികാലങ്ങളിൽ ഒരുപാട് ഉറക്കം ഉളയുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ചില ആൾക്കാരുണ്ട്, ഉറക്കവേ ഇല്ല. അവർക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗം കൊണ്ടല്ല, അവർക്ക് രാത്രി കാലങ്ങളിൽ ഉറക്കം വരാറില്ല. അപ്പോൾ ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പം ഞാനൊരു വീഡിയോ കണ്ടു. അതായത് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാമെന്നുള്ളത്. ഇപ്പം ഈ പറയുന്ന ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു 12 മണിയൊക്കെ കഴിയും കേട്ടോ ഉറങ്ങാൻ, ഈ ഫോണൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഞാനും ഇതൊന്ന് പരീക്ഷിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ, ഒരേ ഒരു ഐറ്റം മാത്രം മതി. അതാണ്ടേ, ഇത് എന്താണ് സാധനം എന്ന് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ, ഞാനിത് എന്താണെന്ന് പറയാം. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ അങ്ങ് എടുത്താൽ പോരാ, ഇതിനെ വേറൊരു രീതിയിലാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇതിനെ ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരുപാടൊന്നും വേണ്ട, ഇതുപോലൊരു 2 വളയം, ഇത് 2 വളയം എടുക്കുക. ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ അങ്ങ് കളഞ്ഞാൽ കണ്ടു, ഇതിൻ്റെ അരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് നമുക്ക് ആവശ്യമില്ല, ഇതങ്ങ് കളയാം. ഇത് കളഞ്ഞിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് ആവശ്യമില്ല എങ്കിൽ പോലും ബുദ്ധിമുട്ടുള്ളവർ വേണമെങ്കിൽ അതാണ്ട് ഇത് ഇങ്ങനെ ചുരണ്ടി ഇതിന്റെ മേളത്തെ തൊലി ഒന്ന് കളഞ്ഞാലേ, തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിനെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാണ്ട് നമ്മൾ താണ്ട് ഈ പരുവത്തിലൊന്ന് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ പേര് ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഇതിന്റെ പേര് പടവലങ്ങ എന്നാണ്, എല്ലാവർക്കും അറിയാം. മറ്റേത് വലിയ നീളത്തിലാണ്, ഇതൊരു ചെറിയ പടവലങ്ങയായിരുന്നു. അപ്പോൾ നമുക്ക് താണ്ടെ ഇതുപോലൊരു മിക്സിക്കകത്തിട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന്, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഉണ്ട്, പക്ഷേ കുറച്ചേ വീഴത്തുള്ളൂ. നമ്മൾ ഇതിനെ നല്ല രീതിയിൽ അരിച്ചെടുക്കണം. അപ്പം ഞാനിതിനെ ഒന്ന് മൊത്തത്തിലൊന്ന് അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് ഇത്രത്തോളം ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എഫക്റ്റ് ആണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിതൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാനൊന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും ഈ പറയുന്ന പോലെ സ്മാർട്ട് ഫോൺ പിടിച്ചൊക്കെ കുറച്ചധികം നേരം 1 മണി വരെയൊക്കെ ഇരിക്കാറുണ്ട്. ഈ പറയുന്ന മിക്ക ആൾക്കാരും ഇരിക്കാറുണ്ട്, ആർക്കും ഉറങ്ങാൻ വയ്യ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പരീക്ഷിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പലരും ട്രൈ ചെയ്യത്തില്ല, കാര്യം ഈ ഫോൺ എടുത്ത് മാറ്റി വെച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഫോൺ ഇങ്ങനെ എടുക്കുക, കുറച്ച് റീല് കാണുക എന്നുള്ളൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടാവും. അപ്പം നമുക്കിന്ന് ഉറങ്ങണം, പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടോ നമുക്കിത് നേടിയെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈ പറയുന്ന 1 മണിക്ക് ഉറങ്ങുന്നവർ ഒരു 12 മണിയാകുമ്പോഴത്തേന് ഈ ഫോണൊക്കെ മാറ്റി വെച്ച് കിടക്കാൻ ശ്രമിക്കുക, ആദ്യ കാലഘട്ടത്തിൽ, ആദ്യം തുടക്ക സമയത്ത്. അപ്പം നമ്മൾ പതിയെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം എങ്കിലും നമ്മൾ ഒരു 1 മണിക്ക് ഉറങ്ങുന്ന ആൾ ഒരു 12:45 ഉറങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ ഘട്ടമായിട്ട് ഇതിനെ നമ്മളൊരു മാക്സിമം ഒരു 11 മണിക്കെങ്കിലും ഉറങ്ങണം. ഉറങ്ങിയാൽ ശരിക്കും ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടത് 6 മുതൽ 8 മണിക്കൂർ വരെ സുഖമായിട്ട് ഉറങ്ങണം. എങ്കിലേ നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ഉണ്ടാകത്തുള്ളൂ. പല ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കും തലവേദന, അതുപോലുള്ള പ്രശ്നങ്ങൾ, ക്ഷീണമൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഉറക്കത്തിന്റെ കുറവ് തന്നെയാണ്. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് 2-3 ദിവസം ഇത് പരീക്ഷിക്കാം കേട്ടോ. 3 ദിവസം ഇത് കുടിച്ചു നോക്കുക, രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും ഇതൊന്ന് കുടിച്ചു നോക്കുക. 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട കേട്ടോ. ഇതൊരു കാരണവശാലും കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അലർജി പ്രശ്നമുള്ളവർ, സ്ഥിരമായിട്ട് ഗുളിക കഴിക്കുന്നവർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ ഇതൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതെന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ എന്തായാലും ഇതിന്റെ റിസൾട്ട് അറിയാം. ഞാൻ എന്തായാലും ഒന്ന് കുടിച്ചു കാണിക്കാം, കാര്യം ഇത് ഞാൻ ചെയ്തിട്ട് കുടിച്ചില്ല എന്ന് ആൾക്കാർ പറയരുതല്ലോ. അപ്പം ഞാനൊന്ന് കുടിക്കുകയാണേ. കയ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, കുഴപ്പമില്ല കേട്ടോ, നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇത് കണക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.